മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായ കുറേ ടെലിഫോൺ കോളുകൾ, അതുപോലെ നേരിട്ടുള്ള കമൻറ്റുകൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ലഭിക്കുകയുണ്ടായി. ഇൻഫർമേഷൻ ടെക്നോളജി യുവാക്കൾക്ക് ഏതെല്ലാം രീതിയിൽ ഹിന്ദു ധർമ്മ പ്രചരണത്തിന് ഉപയോഗിക്കാമെന്നുള്ളതിന് തെളിവ് നൽകുന്ന ടെലിഫോൺ കോളുകളും ചർച്ചകളുമാണ് നടന്നിരുന്നത്. ഇന്നലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജയരാജ് എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കുറേ പേര് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് സർ. മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞിരുന്നു, ജോൺസൺ എന്ന് പറഞ്ഞ ആൾ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞിരുന്നു, സമത് അദ്ദേഹം തൊടുപുഴക്കാരൻ മൂവാറ്റുപുഴയിൽ പറഞ്ഞിരുന്നു. ഇവരെല്ലാം പറഞ്ഞത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ ഇതിലൂടെ ഷെയർ ചെയ്യാം. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് തൊഴുകയോടെ അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നന്മകൾ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും, പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും, CV രാമൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ടെങ്കിലും, വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഗോർബച്ചേവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, കേരളത്തിലോ ഭാരതത്തിന് പുറത്തോ നമ്മുടെ നാടിൻ്റെ നന്മകൾ വസ്തുതാപരമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ജനങ്ങളിൽ എത്തിക്കുക, താല്പര്യമുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, താല്പര്യമില്ലാത്തവരിലും എത്തിക്കുക. താല്പര്യമുള്ള 50 പേരിൽ വാട്സപ്പ് സന്ദേശം എത്തിക്കലായിരിക്കരുത് നമ്മുടെ ജോലി. താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികളിലേക്ക് എത്തിക്കുക. അവർക്ക് പിന്നീട് താല്പര്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്തോട്ടെ. താല്പര്യമില്ലാത്തവരിൽ താല്പര്യമുണ്ടാക്കലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകം കഴിഞ്ഞ 1000 വർഷം ഇരുട്ട് മൂടി കിടന്നിരുന്നത്, അന്ധവിശ്വാസത്തിൽ ഇപ്പോഴും കിടക്കുന്നത്, തെറ്റിദ്ധാരണകൾ പരത്തുന്നത്, തെറ്റായിട്ടുള്ള വിചാരങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നത്, അതിൽ മാറ്റം വരുത്തണമെങ്കിൽ മനസ്സിൽ ഇച്ഛാശക്തി ഉണ്ടാക്കാം. ഇതെന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു കൊടുക്കണം. ആ ഇച്ഛാശക്തി ചെന്ന് നിൽക്കേണ്ടത് ജ്ഞാനശക്തിയിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് എന്തായിരുന്നു, എന്താണ്, എന്താകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക. ആ ഇച്ഛാശക്തി ജ്ഞാനശക്തിയായിട്ട് വളർന്ന് കുറേ അറിവ് തലയ്ക്കകത്ത് ഉണ്ടായതുകൊണ്ട് പ്രയോജനമില്ല. അത് ശരീരത്തിലെ ക്രിയാശക്തിയായിട്ട് മാറണം. തെറ്റുകൾ തിരുത്താനും ശരികൾ പകർത്താനും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നന്മകൾ എടുക്കാനും യുക്തിവാദത്തിൻ്റെയും യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ചിലത് തെറ്റ്, എന്തുകൊണ്ട് ചിലത് ശരി, എന്തുകൊണ്ട് ചില സമയത്ത് തെറ്റ്, അതേ കാര്യം എന്തുകൊണ്ട് ചില സമയത്ത് ശരി, എന്തുകൊണ്ട് ചിലർക്ക് ഇത് ശരി ചിലർക്ക് ഇത് ശരിയല്ല എന്നീ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. എവിടെയെല്ലാം സാധിക്കുന്നോ അവിടെയെല്ലാം നിങ്ങളിത് പ്രചരിപ്പിക്കുക. എതിർക്കുന്നവരുണ്ടാവും, പുച്ഛിക്കുന്നവരുണ്ടാവും, അവഹേളിക്കുന്നവരുണ്ടാവും, ഇത് പൈസ ഉണ്ടാക്കാനാണെന്ന് പറയുന്നവരുണ്ടാവും, അവൻ ഹിന്ദു വർഗീയവാദിയാണെന്ന് പറയുന്നവരുണ്ടാവും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പറയാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ എല്ലാവർക്കും പറയാനും പ്രചരിപ്പിക്കാനും വിമർശിക്കാനും അവഹേളിക്കാനും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക. പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളും ഏറ്റെടുക്കണം. പ്രണാമം.
respected dear family members, many people are requesting me and also have written to me saying that I should give a message for the WhatsApp group. If you are an Indian, if you like India, if you love India, now you know pretty well that India is coming out as one of the great and good countries of the world, powerful countries of the world, strong countries of the world. You should learn the past of India, scientifically, logically, rationally. You should also learn the present of India. And also you should learn the future of India. Understand, to learn the future of India. You spread this message to thousands and thousands of people, whether they like it or not. Our ultimate aim is not to give merely knowledge. Our ultimate aim is to create interest in acquiring knowledge. Our ultimate aim is creating an Ichha Shakti in the mind, so that individuals will search for knowledge and they will enlighten themselves by acquiring Jnana Shakti. And having enough knowledge is not enough. That should be converted as Kriya Shakti. That should be implemented, preached and practiced. Thus, creating Ichha Shakti in thousands and thousands of people, allowing them, motivating them, appreciating them, encouraging them, directing them, instructing them to convert Ichha Shakti into Jnana Shakti. The power of knowledge. Power of knowledge about India and our Dharma, past, present and future. And then that individual should contribute to India, our culture and our heritage. You should become a bulb, giving them light. And your role is to start a WhatsApp group or Facebook or YouTube, whatsoever may it be. Sit in your home, send the messages. It should never become boring for others. Not pumping the messages, giving the good messages. Every individual will be having interest if correct dose is given. Every medicine is effective if correct dose is given. Every music, every story, every book, every food, every nutrition will be good if given in the correct dose. Given the correct dose according to the wavelength of the WhatsApp group members. Give small messages, never big messages. Aim is not to create knowledge, aim is to create interest in acquiring knowledge. And I am very sure that you will create mobile groups, WhatsApp group in smartphone and other phones, so that this message of India will be spreading. And this is more important, particularly an entirely different ministry has taken place in Kerala, Sri Pinarayi Vijayan's ministry. Everybody has put fantastic hope in him now. And exactly the same day, it so happened that Narendra Modi's ministry's second year, and to my wonder, today is my birth date, and today is my 33 year of the marriage date, May 27th. So I request you, not through Gopalakrishnan, but through India and Dharma, spread the message. My pranams to you. आप सबके लिए मैं तो एक संदेश देना चाहता हूं कि आप तो इंडिया में हो या बाहर हो, आपके मन में तो हमारे संस्कृति के बारे में, आपके मन में हमारे संस्कार के बारे में, हमारे देश के बारे में ममता होना चाहिए, प्यार होना चाहिए। आप हमारे भूतकाल की ज्ञान,
वर्तमान काल की ज्ञान, ठीक उसी प्रकार भविष्य के बारे में भी आप सीखना, आप पढ़ना है। दूसरों के मन में ये पढ़ने की इच्छा शक्ति भी पैदा करने की उत्तरदायित्व तो आप तो लेना चाहिए। आप जितने साल तक जिएंगे हमारे बारे में मालूम नहीं है, हमको मालूम नहीं है। जब तक आप भारत में है, जब तक आप भारतवासी है, चाहे आप भारत के अंदर या बाहर हो रहे, उसके बारे में कोई प्रॉब्लम नहीं है। आप भारत के बारे में पढ़ना है। जितने ज्ञान आपके मन में है, ब्रेन में है, वो दूसरों को भी देना चाहिए। अब इसके बारे में सोचना है, अब तक आपने क्या किया है भारत के लिए। आप सोचना है भारत की पैतृक विज्ञान के बारे में आपको जितना मालूम है, आपको बिल्कुल मालूम नहीं है तो ये भी गलती नहीं है, ये भी एक दुर्घटना के रूप में याद करने की जरूरत भी नहीं है। लेकिन अब तक भारत की पैतृक विज्ञान के बारे में आपको मालूम नहीं है, आज से आपको इसके बारे में शुरू कर सकता है। आप आज भारत विज्ञान और ज्ञान के बारे में पढ़ते हैं तो स्वाध्याय प्रवचनाभ्याम न प्रमतितव्यम, उपनिषद की संदेश है। आप जो पढ़ा, आप जो पढ़ रहा है, आप जितने ज्ञान है आपके मन में, केवल आपकी जिंदगी के बाद, मृत्यु के बाद ये दुनिया में से निकालना नहीं चाहिए, ये दूसरों के मन में आना चाहिए। तो इसलिए आज तो इंफॉर्मेशन टेक्नोलॉजी की युग है, कंप्यूटर युग है, स्मार्टफोन की युग है। आपको मालूम है जितना संदेश है उतना संदेश आपको आपके दोस्तों के लिए, आपके खानदान के लिए, आपके बंधुजनों के लिए दे सकता है। एक खत लिखकर पोस्ट करके उधर पहुंच जाने की जरूरत नहीं है। आप तो मोबाइल फोन में एसएमएस के रूप में दे सकता है, व्हाट्सएप ग्रुप के रूप में, फेसबुक के रूप में, यूट्यूब के रूप में। जो आदमी, जितने आदमी लोग इसके बारे में जो अपलोड किया है वो भी लेकर आपको हमारे भारत की धार्मिक संदेश फैलाना चाहते हैं, फैलाना सकता है भी। तो मैं आपसे अनुरोध करता हूं कि आप हमारे देश के भी सोच विचार करना है। केवल आपके बारे में नहीं है, आपके खानदान के बारे में नहीं है, हमारे देश के बारे में, हमारे देश के बारे में सोचकर हमारे धन्य धन्य ज्ञान विज्ञान सभी लोगों को आज की अत्याधुनिक टूल्स लेकर, इंस्ट्रूमेंट्स लेकर, कंप्यूटर से, इंटरनेट से आप दूसरों को भी देना है। धन्यवाद, प्रणाम।